ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്കൂൾ യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് ചാർജിനെ പറ്റിയാണ് പറയുന്നത്. സ്കൂൾ യൂണിഫോമിൻ്റെ സ്കേർട്ട് തയ്ക്കുമ്പോൾ സാധാ സ്കേർട്ട് തയ്ക്കുന്ന രീതിയിലല്ല നമ്മൾ തയ്ക്കുന്നത്. അതിന് ബോക്സ് പ്ലേറ്റ് ഇടണം, അതേപോലെ പോക്കറ്റ് വേണം. ബെൽറ്റ് വയ്ക്കാനുള്ള ബക്കിൾ, ഈ ബോക്സ് പ്ലേറ്റിന് തന്നെ സാധാരണ പ്ലേറ്റ് തയ്ക്കുന്ന സമയമല്ല എടുക്കുന്നത്. അതിൽ കൂടുതൽ സമയം, അതിൻ്റെ ഇരട്ടി സമയം നമ്മളെടുക്കും. അതനുസരിച്ചാണ് സ്റ്റിച്ചിങ് ചാർജ് ഈടാക്കുന്നത്. ആ പ്ലേറ്റെല്ലാം ഒരേ അകലമായിരിക്കണം. ആ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് ഒരേ അളവിൽ വേണം എടുക്കാൻ. സാധാ സ്കർട്ട് തയ്ക്കുന്നതിൻ്റെ ഡബിൾ സമയം നമ്മൾ എടുക്കേണ്ടി വരും ഇങ്ങനൊരു യൂണിഫോം സ്കർട്ട് തയ്ക്കാൻ. അതേപോലെ തന്നെ അതിൻ്റെ ബ്ലൗസ്, ഇതിൻ്റെ കോളർ എന്ന് പറയുന്നത് പീറ്റർ പാൻ കോളറാണ്. അതേപോലെ തന്നെ ബട്ടൺസ് വെച്ച് ആണ് തയ്ച്ചിരിക്കുന്നത്. അത് ബട്ടൺ ഹോൾ വരികണം. ഇതിനെല്ലാം നമ്മൾ പ്രത്യേകം സമയം എടുക്കുന്നതാണ്. സാധാ ഒരു ഷർട്ട് തയ്ക്കുന്നത് പോലെ ബട്ടൺ ഹോളും ബട്ടൺസും ഒക്കെ വെച്ചാണ് ഇത് തയ്ക്കുന്നത്. പ്രസ് ബട്ടണും ഹൂക്കും ഒന്നും അല്ല ഇതിന് വയ്ക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റിച്ചിങ് ചാർജാണ് നമ്മൾ വാങ്ങേണ്ടത്. ഈ സ്കർട്ടിൻ്റെ പോക്കറ്റ് വയ്ക്കുന്നതെന്ന് പറയുന്നത് വീതിയുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ, വീതി കൂടുതലുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞ് തുണി ബാലൻസ് കിടക്കും. അത് വെട്ടി മാറ്റാതെ തന്നെ അത് ജോയിൻ ചെയ്തിട്ട് ബാക്കി ഭാഗം ഈ പ്ലേറ്റിൻ്റെ കൂടെ അകത്ത് പ്ലേറ്റിൻ്റെ കൂടെ വെച്ചടിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ പോക്കറ്റ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ സമയം ലാഭിക്കാം. ഇങ്ങനൊരു യൂണിഫോമിന് കുറഞ്ഞത് 500 രൂപയെങ്കിലും വാങ്ങാം. നിങ്ങൾ യൂണിഫോം തയ്ച്ച് സ്റ്റിച്ചിങ് ചാർജ് കൊടുത്തവർ ഒന്ന് കമൻസ് ഇട്ടാൽ നന്നായിരിക്കും. നിങ്ങൾ കൊടുത്ത ചാർജ് എത്ര ആണെന്ന് ഒന്ന് കമൻസ് ഇട്ടാൽ നന്നായിരിക്കും. പക്ഷേ ഞാൻ ഇതേപോലെയുള്ള ഒരു യൂണിഫോമിന് വാങ്ങുന്നത് 400 രൂപയാണ്.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക.